എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ ജാനകിയുടെ അഭിയുടെയും ഇന്നത്തെ കഥയിലേക്ക് ഏവർക്കും സ്വാഗതം. കേസാക്കണമെന്ന് തന്നെ ഉണ്ണിത്താൻ വക്കീൽ വാശി പിടിക്കുമ്പോൾ എന്തായാലും ഇപ്പം ഇത് വിടാം. കാരണം ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് ആരാണെന്ന് നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല. എന്തായാലും ഇനിയൊരു സംഭവം ഇതുപോലെ ഉണ്ടാവുകയാണെങ്കിൽ അപ്പം നോക്കാം, അല്ലേ അജയ്? അപ്പോൾ അജയ് പറഞ്ഞു, അതെ, എന്തായാലും ഞാൻ പറഞ്ഞ കാര്യം ഒന്നുകൂടെ ആലോചിക്കുക എന്ന് പറഞ്ഞു ഉണ്ണിത്താനും ഹേമയും അവിടെ നിന്ന് ഇറങ്ങുവാണ്. എന്തായാലും ഇതുപോലൊരു ബന്ധുവിനെ കിട്ടിയാൽ മതി, ഏത് കുടുംബത്തെയും തമ്മിലടിച്ച് പിരിക്കാനായിട്ട്. തമ്പി എത്രയോ ഭേദം എന്ന് ഈ ഉണ്ണിത്താനെക്കുറിച്ച് സൂര്യ അഭിയോട് പറയുകയാണ്. ഇവരങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും ഇതേ സമയം നമ്മുടെ തമ്പിയും ലച്ചുവിൻ്റെ അച്ഛൻ, ലച്ചു എന്ന് പറഞ്ഞിട്ട് പെങ്കൊച്ചിനെ ഇടയ്ക്കിടയ്ക്ക് കാണിക്കുന്നുണ്ടായിരുന്നല്ലോ, ലച്ചുവിൻ്റെ അച്ഛനും തമ്മിൽ കണ്ടുമുട്ടാണ്. ഇവർ നേരത്തെ പരിചയക്കാരാണ് കേട്ടോ. അപ്പോൾ നീ മൂന്നാറിലാണല്ലേ എന്നൊക്കെ ഇങ്ങനെ തമ്പി ചോദിക്കുക. ആ, 7-8 വർഷമായിട്ട് അങ്ങനെയാണ്, മൂന്നാറിലാണ്. അപ്പം നിനക്കൊരു മോളില്ലായിരുന്നോ? അവളുടെ വല്യമ്മ മരിച്ചു പോയ പിന്നെ അവളും എൻ്റെ കൂടെ ഉണ്ട്. 18 വയസ്സായി, എങ്ങനെയും കെട്ടിച്ചു വിടണം. പിന്നെ പെണ്ണ് കാണാൻ കൊള്ളാം, അതുകൊണ്ട് ഓരോ ആലോചനയൊക്കെ വരുന്നുണ്ട്. കയ്യിലൊന്നുമില്ല സാറേ, അതാ പ്രശ്നം. അപ്പോഴേക്കും തമ്പി ചിരിക്കും കേട്ടോ. അല്ല, പറഞ്ഞു വരുമ്പോൾ സൂര്യനാരായണൻ നിൻ്റെ അളിയനായിട്ട് വരില്ലേ? നിനക്കൊന്ന് ചോദിച്ചാൽ പോരെ? ഓ, അവരൊക്കെ വലിയ വലിയ ആൾക്കാരല്ലേ, ഞാനൊക്കെ പാവങ്ങൾ. പിന്നെ ആ ചെക്കനെ അറിയാം, അയാളുടെ മോൻ. നിങ്ങൾ തമ്മിൽ അറിയില്ലേ അഭി? അല്ല, സാർ എന്താ എന്നെ അന്വേഷിച്ച് ഇത്രയും ദൂരത്തേക്ക് വന്നത്? എന്താ സാർ, എന്തെങ്കിലും കാര്യമുണ്ടോ? നിനക്ക് ഗുണം ചെയ്യുന്ന കാര്യം തന്നെയാണ്. നിന്നെ ഇവിടെ വന്ന് കാണാൻ എന്നോട് പറഞ്ഞത് മറ്റാരുമല്ല, നിൻ്റെ മുതലാളി തന്നെയാണ്. എന്നാ സാറ് ചോദിക്കുക, എന്താ കാര്യം? അതെ, ഇങ്ങനൊരു സ്ഥലത്ത് വെച്ച് നമുക്ക് പറയണ്ട, നമുക്ക് ഇരിക്കാൻ പറ്റിയൊരു സ്ഥലം പറ, അങ്ങോട്ട് പോകാം. അയ്യോ സാറേ, ഇന്ന് കുറച്ച് ജോലി തിരക്കൊക്കെ ഉള്ള ദിവസമാണ്. എടാ, നീ ജോലി ചെയ്യുന്നത് ഇവിടെയാണെന്നും നിൻ്റെ ജോലി എന്താണെന്നും എനിക്ക് നന്നായിട്ടറിയാം. എന്നാ സാറ് വാ സാറേ, ഇരിക്കാൻ സാറേ എന്നും പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും കൂടി ഇരുന്ന് സംസാരിക്കാം. ഇതേ സമയം നിരഞ്ജനയുടെ അച്ഛനെയും അമ്മേനെ യാത്രയാക്കിയിട്ട് നിരഞ്ജനയും അതുപോലെ നമ്മുടെ അഭിയുടെ അമ്മയും അങ്ങോട്ടേക്ക് വരികയാണ്. അപ്പോൾ കൊച്ചിന് ഭക്ഷണമൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ജാനകി. നിരഞ്ജനയുടെ അച്ഛനും അമ്മയും പെട്ടെന്ന് പോയോ? കഴിച്ചിട്ടൊക്കെ പോകാമെന്ന് പറഞ്ഞത് അവർ കേൾക്കണ്ടേ? അപ്പം നിരഞ്ജന പറഞ്ഞു, കല്യാണവുമായി ബന്ധപ്പെട്ട് അച്ഛൻ കോടതിയിൽ നിന്ന് കുറേ ദിവസമായിട്ട് മാറി നിൽക്കുന്നതല്ലേ, ഉടനെ അജയോട് ഓഫീസിലേക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോഴേക്കും ഇതൊക്കെ കേട്ടുകൊണ്ട് മുത്തശ്ശി അങ്ങ് വന്നു. പണ്ടൊക്കെ ഒരു കല്യാണം കഴിഞ്ഞാൽ വിരുന്ന് 2 ആഴ്ച വിരുന്ന്. ഇപ്പം കെട്ട് കഴിഞ്ഞ് വിറ്റേന്ന് ജോലിക്കാന്നും പറഞ്ഞ് ഓടും. ആർക്കും ഒന്നിനും സമയമില്ല. അപ്പോഴേക്കും അങ്ങനെയല്ല, ഞങ്ങൾ 2 ദിവസത്തേന് ഒരു യാത്ര പോകുന്ന കാര്യം ആലോചിക്കുന്നുണ്ട്. എവിടേക്കാ? ഊട്ടിക്കോ കൊടൈക്കനാലിലേക്കോ എന്ന് നമ്മുടെ ജാനകി ഇങ്ങനെ ചോദിക്കുക. അപ്പോൾ അപർണയും വന്നത് കേട്ടോണ്ട് നിൽക്കുക കേട്ടോ. അത്ര ദൂരേക്കൊന്നും അല്ല ഏട്ടത്തി, അടുത്തെവിടേക്കെങ്കിലും ആയിരിക്കും. അവർ ഹണിമൂണിന് പോകുന്ന കാര്യമാണ്. കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങൾ യാത്രയൊന്നും ചെയ്തില്ലല്ലോ, നിങ്ങളും പോയിട്ട് വാ, ഞാൻ അമലിനോട് പറയാം എന്ന് അപർണയോട് പറയാണ് മുത്തശ്ശി. അപ്പോഴേക്കും അമ്മ ചോദിച്ചു, ഇതൊക്കെ ആരെങ്കിലും പറഞ്ഞു കൊടുക്കണോ? അവർക്ക് തന്നെ തോന്നേണ്ടതല്ലേ? അല്ല, ഇനി ഇവർ പോയിന്നോർത്ത് നിനക്ക് വിഷമമൊന്നും വേണ്ട, അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ എന്ന് നമ്മുടെ അപർണയോട് മുത്തശ്ശി പറയാട്ടോ. ഇവർ പോയിന്നോർത്ത് എനിക്കെന്താ വിഷമം? ഇവർ പോകുന്നതിന് ഞാൻ എന്തിനു വിഷമിക്കണം? പോകുന്നതും പോകാത്തതൊക്കെ ഓരോരുത്തരുടെ താല്പര്യമല്ലേ. അപ്പോൾ അമല് മുൻകൈ എടുക്കുന്നത് നീ കരുതണ്ട. അവൻ ആരെങ്കിലും തള്ളിവിടാതെ പോവില്ല. ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവൻ സ്വയം ഏറ്റെടുത്തോളും. ഇവർ പോകുന്നിടത്തേക്ക് പോകണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥലം നോക്കി നിങ്ങൾ പൊക്കോ. അപ്പോഴേക്കും അപർണ പറഞ്ഞു, ഞാൻ ഒരിടത്തേക്കും പോകാനില്ല. ഇനി അമലിനെ ആരെങ്കിലും കുത്തി ഇളക്കി വിട്ടാലും കൂടെ പോകാൻ ഞാൻ ഉണ്ടാവില്ല. ആ സമയത്ത് അപർണയ്ക്കൊരു കോള് വരിക. ഫോണും കൊണ്ട് അവൾ മാറിപ്പോവാട്ടോ. അപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞു, പോകുന്നവർ പോവോ, വരുന്നവർ വരുമോ, എന്താന്ന് വെച്ചാൽ ചെയ്തോ, ഞാനൊന്നും പറയാനില്ല, പറയാനുള്ളത് പറഞ്ഞു എന്നും പറഞ്ഞു മുത്തശ്ശി അങ്ങ് പോയി. ലഡു തീർക്കാതെ അമ്മയ്ക്ക് സമാധാനമാവത്തില്ല. ഇപ്പം 4-5 തവണയായി എന്ത് ലഡുവായി അമ്മ തിന്ന് തീർക്കുന്നത് എന്നും പറഞ്ഞ് അമ്മയുടെ പുറകെ നമ്മുടെ പ്രഭ അങ്ങ് പോയി കേട്ടോ. മുത്തശ്ശി ലഡു തിന്ന് തീർത്തിട്ട് പൊന്നു എടുത്തൊന്ന് പറഞ്ഞേക്കല്ലോ കേട്ടോ എന്ന് പൊന്നു. അപ്പോഴേക്കും ജാനകി ചിരിക്കുകയാണ്. അജയ്ക്ക് തിരക്കാകുന്നതിന് മുമ്പ് നിങ്ങളൊന്ന് കറങ്ങിയിട്ട് വാ എന്ന് പറഞ്ഞു കേട്ടോ. ചെറിയച്ഛനും ചെറിയമ്മ എവിടെയാണ് പോകുന്നത്? തീരുമാനിച്ചിട്ടില്ല പൊന്നു. അതെ, നമുക്കും കൂടി പോകാമേ. അപ്പോഴേക്കും ജാനകി പറഞ്ഞു, അതേ, സ്വർഗത്തിലുണ്ടാകാൻ പാടില്ലാത്ത ജീവി ഏതാ? സ്വർഗത്തിൽ കട്ടുറുമ്പില്ലാന്ന് അമ്മയല്ലേ പറഞ്ഞു തന്നിട്ടുള്ളത്. നമ്മൾ കട്ടുറുമ്പാവാൻ പാടുണ്ടോ? അത് വേണ്ട അല്ലേ എന്ന് കൊച്ച്. എന്നാലേ ചെറിയച്ഛനും ചെറിയമ്മയും പോയിട്ട് വരട്ടെ, പൊന്നൂന് പോകാൻ സമയമാകുമ്പോൾ പൊന്നൂനും പോകാം. അല്ല, എപ്പോഴാണ് അമ്മ സമയമാവുന്നത്? അതെ, ചെറിയമ്മ പറഞ്ഞു തരാം. പൊന്നൂന് കല്യാണം കഴിഞ്ഞ് വരുമ്പോൾ കല്യാണം കഴിക്കാനായിട്ട് ഒരു രാജകുമാരൻ വരും. അന്നേരം പൊന്നൂനും പോകാട്ടോ. അപ്പോൾ പൊന്നു ഇരുന്ന് ചിരിക്കുക കേട്ടോ. നിരഞ്ജന പൊന്നിനെ കെട്ടിപ്പിടിക്കുക. അതേ, കഴിച്ചേ എന്ന് പറഞ്ഞ് കൊച്ചിനെ കഴിപ്പിക്കുകയൊക്കെ ചെയ്യാണ്.
ഇതേ സമയം നമ്മുടെ അജയും അഭിയും അമലും സൂര്യനാരായണനും കൂടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഒരു പ്രൊജക്റ്റ് തമ്പിയും നമ്മുടെ ഇവിടുത്തെ അമലിൻ്റെ ആ ഒരു നമ്മുടെ ഇവിടുത്തെ കമ്പനിയും തമ്മിൽ സൂര്യപ്രഭ ഓർഗനൈസേഷൻ തമ്മിൽ രണ്ടുപേരും ഓർഡർ വെച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ഒരു മത്സരം നടക്കുന്ന ഉറപ്പായിരുന്നു. പക്ഷേ തമ്പി അതിൽ നിന്ന് പിന്മാറി. എന്തായാലും പിന്മാറിയെന്ന് നന്നായി. അല്ലെങ്കിൽ പിന്നെ നിൻ്റെ അമ്മായിയപ്പനല്ലേ എന്ന് പറഞ്ഞപ്പോഴേക്കും അമൽ പറഞ്ഞു, എന്നെ അമ്മായിയപ്പനാണേലും കമ്പനി വിട്ട് കളഞ്ഞിട്ടുള്ള പരിപാടിയൊന്നുമില്ല, അതൊക്കെ പിന്നെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ അപർണ ഇറങ്ങി വന്നത്. നിരഞ്ജന എന്നൊക്കെ വിളിച്ചുകൊണ്ട് എല്ലാവർക്കും മുന്നിൽ വെച്ച് എന്തോ കാര്യം അവതരിപ്പിക്കാനായിട്ട്. നിരഞ്ജനയും അജയും ഒരു ട്രിപ്പിന് കാര്യം പോകുന്ന പറഞ്ഞില്ലേ, അതിനെ പറ്റി സംസാരിക്കാൻ. അപ്പോൾ അമല് പറഞ്ഞു, നീ കാര്യം പറ, എല്ലാവരും വരട്ടെ. അപ്പം നിരഞ്ജന വന്നു, എല്ലാവരും വന്നു കേട്ടോ. നിങ്ങൾ ഹണിമൂൺ ട്രിപ്പിന് പോകുന്ന കാര്യം പറഞ്ഞപ്പോൾ ഞാനും ചില കാര്യങ്ങൾ ആലോചിച്ചു എന്നാ പറഞ്ഞ. അതിനൊപ്പം ഒരു ടൂർ പോകാൻ ഞങ്ങളും തീരുമാനിച്ചു. അപ്പം നീ മാത്രം തീരുമാനിച്ചാൽ മതിയോ എന്ന് അമല് ചോദിക്കുക കേട്ടോ. നീ ഒന്നും മിണ്ടാതിരിക്കടാ, അവൾ പറയട്ടെ. നിങ്ങൾക്ക് രണ്ടു കൂട്ടർക്കും ഇഷ്ടമുള്ള സ്ഥലത്ത് പൊക്കൂടെ? അപ്പം ഞാൻ അതല്ല പ്ലാൻ ചെയ്യുന്നത് മുത്തശ്ശി, നമുക്ക് ഫാമിലി ആയിട്ട് ഒരു ട്രിപ്പ് പോകാം. ഹണിമൂണിനോ വേണ്ടാത്ത ഒരു പരിപാടിയായിട്ട് ഇറങ്ങിക്കോളും. അപ്പം ഞാൻ പറയുന്നത് മൊത്തം നിങ്ങളൊന്ന് കേൾക്ക്. അപർണ പറയുക എന്നാ അഭി. നമ്മളെല്ലാവരും കൂടെ ഒറ്റ വണ്ടിയിൽ അടിച്ചു പൊളിച്ചു പോന്നു. ഇങ്ങനൊരു ഹണിമൂൺ ട്രിപ്പ് എവിടെയെങ്കിലും നടന്നിട്ടുണ്ടോ? അപ്പോഴേക്കും അതെ, യാത്ര പോകുന്നത് പോലെ അവിടെ പോയിട്ട് ഗ്രൂപ്പായിട്ട് നടക്കണം എന്നല്ല ഞാൻ പറയുന്നത്. അവിടെ ഒരുമിച്ച് ചെല്ലുന്നു, ഓരോരോ ഗ്രൂപ്പുകളായിട്ട് തിരിഞ്ഞിട്ട് നമുക്ക് പകൽ യാത്ര ചെയ്യാം, ഇഷ്ടമുള്ളിടത്തൊക്കെ ഒറ്റയ്ക്ക് പോകാം. പക്ഷേ രാത്രിയിൽ റിസോർട്ടിൽ ഒരുമിച്ച് കൂടണം. ക്യാമ്പ് ഫയറും ഡിന്നറും ഒക്കെ ആയിട്ട് നമുക്ക് ഒന്നിച്ചു കൂടാം. അപ്പം വെറൈറ്റി പ്രോഗ്രാമും ആകും. അപ്പോൾ സംഗതിയൊക്കെ കൊള്ളാം. പക്ഷേ യാത്രയും ബാക്കിയുള്ള അക്കോമഡേഷനും ഒക്കെ സെപ്പറേറ്റ് ആയാൽ നല്ലത്. അജയേട്ടനെയും ഏട്ടത്തെയും ഒരുമിച്ച് ഒരു വണ്ടിയിൽ പോട്ടെ, അതാണ് നല്ലത്. അവരുടെ ഹണിമൂൺ അല്ലേ, ബാക്കി എല്ലാവർക്കും കൂടെ ഒരുമിച്ച് വേണം ഒരു വണ്ടിയിൽ പോകാം. അപ്പോഴേക്ക് നിരഞ്ജന പറഞ്ഞു, അങ്ങനൊന്നുമില്ല, എനിക്ക് കുടുംബത്തോടൊപ്പം പോകുന്നത് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത്. അപ്പോൾ രാത്രിയാകുമ്പോൾ ഞങ്ങൾ താമസിക്കുന്ന റിസോർട്ടിലേക്ക് തിരിച്ചു വന്നാൽ മതി എന്ന് അപർണ പറയുകയാണ്. അജയുടെ അഭിപ്രായമാണ് പ്രധാനം. എനിക്കൊരു വിയോജിപ്പുമില്ല, എനിക്ക് പ്രശ്നമൊന്നുമില്ല. അങ്ങനെ ഇപ്പോൾ യാത്ര പോകാനുള്ള സമയമൊക്കെ ഇപ്പോൾ ഉള്ളൂ. ഈ കുടുംബത്തിലെല്ലാവരും വേണം എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അമൃത വരുന്നു തോന്നണില്ല എന്ന് അമല് പറയുക. എന്തായാലും അമൃതയ്ക്കൊരു മാറ്റം നല്ലതല്ലേ, ഒന്ന് മാറി നിൽക്കുക, ഒരു റിലാക്സേഷൻ കിട്ടത്തില്ലേ? എന്തായാലും നീ തന്നെ അമൃതയോടൊന്ന് സംസാരിച്ച് നോക്ക്. അപ്പോൾ സൂര്യനാരായണൻ പറഞ്ഞു, എന്നെ അങ്ങ് ഒഴിവാക്കിയരെ, ഒരു നീണ്ട യാത്ര ഇപ്പം എനിക്ക് വയ്യാഞ്ഞിട്ടാ. അച്ഛൻ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? സന്തോഷത്തോടെ നിന്ന് അമ്മയുടെ മുഖം വാടിയത് കണ്ടോ? അപ്പം ജാനകി പറഞ്ഞു, പോകുന്ന കാര്യങ്ങൾ പറയുന്നതല്ലാതെ എവിടേക്കാ പോണേന്ന് പറഞ്ഞില്ലല്ലോ. ഏട്ടത്തി അത് എവിടേക്ക് വിട്, എനിക്ക് വിട്. എവിടേക്കാണെന്ന് വെച്ചാൽ നമുക്ക് പോകാം. ഈ യാത്ര നിങ്ങളെ ഒട്ടും നിരാശപ്പെടുത്തില്ല. ഞാൻ ഈ ടൂർ കോർഡിനേറ്റ് ചെയ്തോളാം, നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, നിങ്ങൾക്ക് എൻജോയ് ചെയ്യാം. റൂം അവിടെ ചെന്ന് ബുക്ക് ചെയ്താൽ ശരിയാവുമൊന്നുമില്ല, ബുക്ക് ചെയ്തിട്ട് വേണം പോകാനായിട്ട് എന്ന് അമലൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അതൊന്നും നിങ്ങൾ നോക്കണ്ട, നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്ടമായില്ലെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി, എന്ത് പഴിയും കേൾക്കാൻ ഞാൻ തയ്യാറാണ്. ഇതിൽ കൂടുതൽ എന്തുറപ്പാണ് വേണ്ടത്? അപ്പോൾ അപർണയുടെ മനസ്സിൽ ഏതെങ്കിലും സ്ഥലമുണ്ടോ? ഞാൻ കണ്ടുപിടിച്ചോളാം. നിരഞ്ജന പറഞ്ഞു, ഞാൻ എപ്പോഴേ ത്രില്ലില്ല, നമുക്ക് നീ പറയുന്ന സ്ഥലത്തേക്ക് തന്നെ പോകാം, എല്ലാവർക്കും കൂടെ പോകാം. ഞാനൊരു ടൂറ് പോയിട്ട് എത്ര നാളായി എന്ന് മുത്തശ്ശി ഇങ്ങനെ ചോദിക്കുക. എന്നിട്ട് പ്രഭാവതിയോട് ചോദിച്ചു, നീയും പോയിട്ടില്ലല്ലോ പ്രഭാവതി. അമ്മേ, ഞാൻ എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് അറിയത്തില്ലേ? എന്തായാലും അപർണ ആഗ്രഹിച്ചല്ലേ, നമുക്കൊന്ന് പോയിട്ട് വരാം, നല്ല സീസൺ അല്ലേ, അപ്പം ഫിക്സ്. അപ്പം ഞാൻ ടൂർ പ്രോഗ്രാമുമായിട്ട് മുന്നോട്ട് പോവാട്ടോ. അപ്പോൾ എന്തായാലും അപർണ വേണ്ടതൊക്കെ ചെയ്തോ, എത്രയും പെട്ടെന്നായാലും അത്രയും നല്ലത്. അപ്പോൾ അഭിക്കൊരു കോള് വരികയാണേ. എന്തായാലും അഭിപ്രായമൊന്നും പറയാതെയാണ് ഈ കോള് വന്നപ്പോൾ പുറത്തേക്ക് പോയത്. അയച്ചോ, അഭിയേട്ടനൊന്നും പറയാതെ പോയല്ലോ, ഞാനൊന്ന് സംസാരിച്ചിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് അപർണ പിന്നാലെ പോവാണ് കേട്ടോ. അഭിയും ജാനകിയും ഒന്നും വരാനൊന്നും പോകുന്നില്ല എന്ന് മുത്തശ്ശി പറയുക. അഭിയേട്ടൻ ജാനകിയടത്തി ഇല്ലാതെ പിന്നെ എന്ത് ഫാമിലി ടൂറാ? അല്ല, നിൻ്റെ അച്ഛനും പെങ്ങളും വരുന്നില്ല എന്ന് പറഞ്ഞു. അത് വേണ്ട, കുഴപ്പമൊന്നുമില്ല. അഭിയും ജാനകിയും വന്നില്ലെങ്കിൽ നിനക്ക് പ്രശ്നം അല്ലേ? ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, നിനക്ക് ഇവരോടുള്ള ഈ കൂറ് അത്ര നല്ലതല്ല കേട്ടോ. അപ്പോൾ സൂര്യനാരായണൻ പോകുന്നില്ല എന്ന് പറഞ്ഞോടെ കെട്ടിയോട് പറഞ്ഞു, ഞാനും അങ്ങനെയാണെങ്കിൽ പോണില്ല. അപ്പോൾ അഭിയും ജാനകിയും പോയില്ല എങ്കിൽ നീയൂടെ പോകാതിരുന്ന അപർണയ്ക്ക് അത് വിഷമാവൂലേ, ടൂർ പിന്നെ ക്യാൻസൽ ചെയ്യേണ്ടി വരും. പിന്നെ ആരാ? എന്തായാലും ഇതെല്ലാം കൂടി ആയി കഴിയുമ്പോഴേക്കും അജയും നിരഞ്ജന ഈ യാത്ര വേണ്ടാന്ന് വയ്ക്കും. അതുകൊണ്ട് നമ്മൾ എന്തിനാ അവരുടെ സന്തോഷം ഇല്ലാതാക്കുന്നത്? നീ പോണം പ്രഭാവതി എന്ന് സൂര്യനാരായണൻ ഇങ്ങനെ പറയാം. പിന്നെ ടൂർ പിണങ്ങിയ അമ്മയുടെ വക പിണക്കം വേറെ ഉണ്ടാകും. അതുകൊണ്ട് മക്കൾക്ക് വേണ്ടി നീ ആ ടൂറിൽ ഉണ്ടാവണം പ്രഭാവതി. ഈ സമയം നമ്മുടെ അപർണ ഈ അഭിയുടെ അരികിലേക്ക് ചെന്നു. അപ്പോൾ ജാനകി ഉണ്ട് കേട്ടോ അഭിയെ യാത്ര അയക്കാനായിട്ട്. അഭിയേട്ടാ, ഒരു കാര്യം പറയണം. ഞാൻ ടൂറിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അഭിയേട്ടൻ ഒന്നും പറയാതെ ഇറങ്ങിപ്പോയല്ലോ, അതാ ഞാൻ പിന്നാലെ വന്നത്. അപ്പം ഞങ്ങൾ വരുന്നില്ല അപർണേ. ഏട്ടത്തി ഒന്നും പറയണ്ട, അഭിയേട്ടൻ പറഞ്ഞാൽ മതി.
എന്തായാലും പൊന്നു ഈ ട്രിപ്പിനെ കുറിച്ച് അറിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് സൗകര്യം തരില്ല. പിന്നെ നിങ്ങൾ കൂടി വരാതിരുന്നാൽ ഈ ട്രിപ്പ് ഞാൻ വേണ്ടാന്ന് വെക്കും. അജയും നിരഞ്ജനയും അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് എന്നാൽ പൊക്കോട്ടേന്ന് വെക്കും. അല്ലാതെ ഇപ്പം എന്ത് ചെയ്യാനാ? അപ്പോൾ എവിടെ പോകാനാ അവരുടെ പ്ലാൻ ചെയ്യുന്നതെന്ന് പറയാതെ ഞങ്ങൾ എന്ത് പറയാനാ? അപ്പം ഞാൻ സ്ഥലം കണ്ടെത്താനായിട്ട് പോകുന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് സ്ഥലം എവിടെയാണെന്ന് പറയാതിരുന്നത്. എന്തായാലും കേരളം വിട്ടുള്ള യാത്രയൊന്നും വേണ്ട, നമുക്ക് പറ്റിയ സ്ഥലം കണ്ടുപിടിക്കാം. അതിന് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ഒന്ന് സമ്മതം താ ബിഹേട്ടാ. ഞാനാണ് ഇവിടുന്ന് ഒന്ന് പുറത്തിറങ്ങാതെ ഇങ്ങനെ അടച്ചു പൂട്ടിയിരിക്കുക. അമലിനാണ് യാത്രയിലൊന്നും ഒരു താല്പര്യവും. അതുമാത്രമല്ല, ഞങ്ങൾ രണ്ടുപേരുമായിട്ട് യാത്ര പോയാൽ അമൽ എന്നെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇതാവുമ്പോൾ എല്ലാവരും ചേർന്നുള്ള ജോളി ട്രിപ്പാകും. അഭിയേട്ടനും ജാനിയേട്ടത്തെയും പൊന്നുമില്ലാതെ എന്ത് ഫാമിലി ടൂർ എന്നൊക്കെ അപർണ ഭയങ്കര സ്നേഹത്തോടെയൊക്കെ പറയുന്നത് കേട്ടപ്പോഴേക്കും ജാനകിക്കൊരു സംശയം. പ്ലീസ് അഭിയേട്ടാ എന്നൊക്കെ അപർണ പറയുക. അപ്പോഴേക്കും ജാനകി മനസ്സിലോർക്കുക, ഈശ്വര ഇവൾ എന്താണോ പ്ലാൻ ചെയ്യുന്നത്. എന്തായാലും കാറിൽ നമുക്ക് പോകണ്ട അഭിയേട്ടാ. അഭിയേട്ടൻ ഒരു ടെമ്പോ ട്രാവലർ വിളിച്ചാൽ മതി, എല്ലാവർക്കും അതിൽ പോകാം, കോളേജ് ട്രിപ്പൊക്കെ പോലെ. അപ്പോൾ അഭി പറഞ്ഞു, നിൻ്റെ ആഗ്രഹം അതാണെങ്കിൽ ഞങ്ങൾ കൂടെ ഉണ്ടാകും. ജാനകിയാണ് ഞെട്ടിപ്പോയിട്ടോ. എന്നത്തെ ടൂറ് പ്ലാൻ ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, വെച്ച് കിട്ടുന്നത് എന്തിനാ, നാളെ രാവിലെ തന്നെ നമുക്ക് പോയേക്കാം. എന്നാൽ ശരി എന്ന് പറഞ്ഞിട്ട് അഭി അങ്ങ് പോവാട്ടോ. താങ്ക് യു അഭിയേട്ടാ എന്ന് പറഞ്ഞ അപർണ. എന്തായാലും ഉണ്ണിത്താൻ വൈകുന്നേരം വീട്ടിലെത്തിയപ്പോഴാണ് അറിയുന്നത്. ഹേമ ഇങ്ങനെ പറയാണ്, അതെ നിരഞ്ജനയും അജയ് ഇപ്പം തന്നെ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടെന്നാണ് പറഞ്ഞത്. ഒരു കാര്യം ചെയ്യുക, ഈ ഗുമസ്തനോട് ഇങ്ങനെ പറയാം, നീ ഒരു കാര്യം ചെയ്യുക, പോയി വല്ല സ്പെഷ്യലായിട്ട് എന്തെങ്കിലും മേടിച്ചോണ്ട് പോവാ, എന്നാൽ പിന്നെ അത് ഓർഡർ ചെയ്യാം എന്ന് ഉണ്ണിത്താൻ പറഞ്ഞപ്പോഴേക്കും, അതല്ല പോയി നോക്കി വാങ്ങിക്കുന്നത് തന്നെയാണ് നല്ലത് എന്ന് ഗുമസ്തനും പറഞ്ഞു. അയാൾ അങ്ങ് പോയിട്ടോ. അല്ല ഇപ്പം എന്താ നിരഞ്ജനയും അജയ് ഇങ്ങോട്ടേക്ക് വരുന്നത്? അപ്പോൾ അതൊന്നും അറിയാൻ പാടില്ല. അതെ നമ്മൾ വിളിക്കാതെയും പറയാതെ അങ്ങോട്ടേക്ക് ചെന്നതിൻ്റെ വാശി തീർക്കാനായിട്ട് സൂര്യ പറഞ്ഞു വിടുന്നതായിരിക്കും. അങ്ങനൊന്നും ആവില്ല. നിന്നെ പറഞ്ഞിട്ടും കാര്യമില്ല, നീർക്കെല്ലാം നല്ലതാണല്ലോ, എല്ലാം നല്ലത് എന്നും പറഞ്ഞ് അയാൾ അങ്ങകത്തേക്ക് കയറി പോവുക. അങ്ങനെ അജയും നിരഞ്ജനയും വീട്ടിലെത്തിയിട്ടുണ്ട്. പുറത്ത് കാറിൽ നിന്ന് വന്ന് ഇങ്ങനെ ഇറങ്ങി. ഇപ്പോൾ കുറേ കവറൊക്കെ കാറിൽ കയ്യിലുണ്ട് കേട്ടോ. അപ്പോഴേക്കും വണ്ടി അവിടെ കിടക്കുന്നില്ലാത്തത് കൊണ്ട് തന്നെ അജയ് പറഞ്ഞു നിരഞ്ജനോട്, നിൻ്റെ അച്ഛൻ വന്നിട്ടില്ലെന്നാണ് തോന്നുന്നത്, കാറ് കാണാനില്ലല്ലോ, എന്തിനാന്നേ ആവശ്യമില്ലാത്ത വിനയമൊക്കെ അച്ഛനോട് അജയ് കാണിക്കുന്നത്, അതിൻ്റെ ആവശ്യം എന്താ? അപ്പോഴേക്കും അജയ് ഒന്ന് ചിരിക്കുക. എന്നിട്ട് ഇവരകത്തേക്ക് കയറി ചെല്ലുകയാണ്. അപ്പം ഡ്രസ്സൊക്കെ കയ്യിൽ കണ്ടപ്പോൾ നിങ്ങൾ ചടങ്ങ് തീർക്കാൻ വന്നതാണല്ലേ എന്ന് ഹേമ ഇങ്ങനെ ചോദിക്കുക. അല്ലെന്നേ അജയ് നേരത്തെ എടുത്ത് വെച്ച ഈ ഡ്രസ്സൊക്കെ എന്നും പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. സാർ ഓഫീസിൽ പോയില്ലേ? രാജേട്ടൻ പോയി വന്നതേ ഉള്ളൂ. അജയ് വാ കയറിയിരിക്കുക. അങ്ങനെ കയറിയിരുന്ന് കഴിഞ്ഞപ്പോഴേക്കും ഉണ്ണിത്താൻ ഇറങ്ങി വന്നേ. എൻ്റെ കല്യാണം കഴിഞ്ഞതോടെ അച്ഛൻ ഫുൾ ടൈം വീട്ടിലാണെന്നാണല്ലോ കേൾക്കുന്നത് എന്ന് നിരഞ്ജന പറഞ്ഞപ്പം, എന്താ ഞങ്ങൾക്കൊന്ന് ചിരിച്ചേരെ ഇരിക്കാൻ പാടില്ലേ? കേട്ടല്ലോ, അപ്പം ഞാനായിരുന്നല്ലേ നിങ്ങളുടെ രണ്ടുപേരെ ശല്യം, അപ്പം നീ ഒന്ന് മിണ്ടായിരുന്നേ വേണേ എന്ന് ഹേമ. അല്ല നിങ്ങളെന്താ ഒരു മുന്നറിയിപ്പില്ലാതെ വന്നത്? എല്ലാവരും കൂടി നാളെ ഒരു ടൂർ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അച്ഛനും അമൃതയെ മാത്രമേ വരാതിരിക്കുന്നുള്ളൂ. അതിനു മുന്നേ നിങ്ങളെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. അപ്പം നിങ്ങൾക്ക് മാത്രമായിട്ട് എവിടേക്കെങ്കിലും പൊക്കൂടെ? എന്തിനാ എല്ലാവരെയും കൂട്ടി പോകുന്നത്? അവിടെ ഒന്നിച്ച് ചെന്നിട്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ വഴി പോകാം, അങ്ങനെയാ. അത് എവിടേക്കാ? അതൊക്കെ അപർണയുടെ പ്ലാനാണ്. എവിടെയായാലും എന്താ, അജയ്ക്ക് ഉടനെ കോടതിയിൽ പോയി തുടങ്ങേണ്ടതല്ലേ? അപ്പം ഹേമ അവളോട് പറഞ്ഞു, മകളോട് പറഞ്ഞു, നിങ്ങൾ വന്നേ, അവർ രണ്ടുപേരോട് സംസാരിക്കട്ടെ. അങ്ങനെ ഇവർ അടുക്കളയിലേക്ക് പോവാണ്. ഞാൻ മനസ്സിലുള്ളത് വെട്ടി തുറന്ന് ചോദിക്കുന്ന കൂട്ടത്തിലാണെന്ന് അറിയാലോ അല്ലേ? സൂര്യയ്ക്ക് നിന്നോടൊപ്പം ഉള്ള ആറ്റിറ്റ്യൂഡ് എന്താ? ഇപ്പോഴും അതൃപ്തിയാണോ? അച്ഛൻ അങ്ങനെയൊന്നുമില്ല. അങ്ങനെയുണ്ട്, എനിക്കങ്ങനെ തോന്നി. അല്ല, ഒരു ബിസിനസ് കുടുംബത്തിൽ നിന്നും നീ മാത്രം എന്താ ഈ ഒരു വക്കീലായിട്ട് വന്നത്? നിന്നെ ആദ്യം കണ്ടപ്പോഴേ ഞാൻ ചോദിച്ചതാ, അഭിയും അമലും MBA-ക്കാരല്ലേ, നീ മാത്രം എന്താ ഇങ്ങനെയെന്ന്. ഇപ്പോഴത്തെ അവസ്ഥ കണ്ടല്ലോ. ബിസിനസ് അമലിൻ്റെ കൈപ്പിടിയിലായി, വീടും മറ്റു കാര്യങ്ങളും നോക്കുന്ന അഭി. ഈ രണ്ട് മക്കളോട് മാത്രമേ സൂര്യനാരായണന് താല്പര്യമുള്ളൂ. നീ കുടുംബത്തിലെ വിവേചനം അറിയാതെ നിയമപുസ്തകം നോക്കിയിരുന്ന് ജന്മം തീർത്തോ കേട്ടോ. എടാ, നിനക്ക് കൂടി അവകാശപ്പെട്ടതൊക്കെ മറ്റു മക്കൾ കൊണ്ടുപോകും. ഞാൻ പറയുന്നതിൽ സത്യമില്ലേ? അപ്പം അതൊക്കെ നോക്കി നടത്താനും ആരെങ്കിലുമൊക്കെ വേണ്ടേ എന്ന് അജയ് ചോദിക്കുക. എടാ, നോട്ടക്കാരൻ ഉടമയായാലോ? അതാണ് ഞാൻ ചോദിക്കുന്നത്. ഞാനിത് പറയുന്നത് നിൻ്റെ സ്വത്തുങ്ങൾ കൊണ്ട് എൻ്റെ മോൾക്ക് ജീവിക്കാനല്ല. ഞാൻ 3 തലമുറയ്ക്ക് ജീവിക്കാനുള്ളത് ഞാനും എൻ്റെ അച്ഛനും കൂടിയിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ പങ്ക് പറ്റി കുടുംബം നോക്കേണ്ട ഗതികേട് നിനക്ക് വരരുത്, അത്രേ ഉള്ളൂ. എന്നെ കേസിൽ തോപ്പിക്കാൻ ശ്രമിച്ചത് നിൻ്റെ ഏട്ടൻ തന്നെയാണ്, അതെനിക്ക് നന്നായിട്ട് അറിയാം. ആ ഒരൊറ്റ കാര്യത്തിൽ നിനക്ക് എൻ്റെ മോളെ ഞാൻ കെട്ടിച്ചു തരാൻ പാടില്ലാത്തതാ. തമ്പി ചില കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു, അത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. നിൻ്റെ അച്ഛൻ അത്ര നല്ല സത്യസന്ധനൊന്നും അല്ല. തമ്പി ജയിലിൽ പോയപ്പോൾ ബിസിനസ് നിൻ്റെ അച്ഛൻ്റെ കയ്യിലായതല്ലേ? അപ്പോൾ തമ്പിയും വക്കീലും തമ്മിൽ എന്തോ കൂട്ടുകെട്ട് തുടങ്ങിയിട്ടുണ്ട് എന്ന് മനസ്സിലിങ്ങനെ ഓർക്കാണ് അജയ്. എടാ, നിന്നെ തട്ടിക്കൊണ്ട് പോയ കാര്യം എങ്ങനെ അഭി അറിഞ്ഞു? കാര്യങ്ങളൊക്കെ ഈ നിലയിൽ കൊണ്ടെത്തിച്ചത് ഞാനല്ലേ?
അത് വല്ലതും നിനക്കറിയാവോ? എൻ്റെ മോള് പൊട്ടിയ അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം നിൻ്റെ വലയിൽ അവൾ വന്ന് പെട്ടത് തന്നെയാണ്. ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം? ബുദ്ധിയും തന്ത്രവും ഉപയോഗിച്ച് കിട്ടാൻ കഴിയുന്നതൊക്കെ നേടിയെടുക്കുക, അല്ലെങ്കിൽ നീ ഒരു പമ്പര വിഡ്ഢിയായി പോകും, അത്രേ എനിക്ക് പറയാനുള്ളൂ എന്നും പറഞ്ഞിട്ട് അയാളങ്ങ് കയറിപ്പോവാണ്. അപ്പോഴേക്കും അജയ് ചിരിക്കുക. കഷ്ടം, കൊല്ലക്കുടിയിൽ സൂചി വെക്കാൻ ഇറങ്ങിയ മണ്ടം വക്കീൽ എന്ന് അജയ് ഇങ്ങനെ ഓർത്ത് ചിരിക്കുക. എന്തായാലും രാത്രി ആയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അഭി പുറത്തിങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോഴേക്കും ജാനകി വന്നിട്ട് ചോദിച്ചു, അപർണയെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കിയ അഭിയേട്ടൻ എന്തിനാണ് ടൂർ പോകാനായിട്ട് സമ്മതിച്ചത്? അവൾ എന്തായാലും എന്തോ കണക്ക് കൂട്ടി വെച്ചിട്ടുണ്ട്. അവളെ എല്ലാവരെയും കൊല്ലാൻ കൊണ്ടുപോകുന്നാണോ നീ സംശയിക്കുന്നത്? അവരോട് ഹണിമൂണിന് എവിടെയെങ്കിലും പോകാനായിട്ട് മുത്തശ്ശി പറഞ്ഞപ്പോൾ അവരൊഴിഞ്ഞു മാറുക ചെയ്തത്. ആ സമയത്ത് അപർണയുടെ ഫോണിൽ ആരോ വിളിച്ചു. ഫോണുമായിട്ട് പോയ അപർണ സംസാരം കഴിഞ്ഞ് ഓടി വന്നിട്ടാണ് ഫാമിലി ടൂറിൻ്റെ കാര്യം പറഞ്ഞതും എല്ലാവരും ഇളക്കിയതും. അതുതന്നെയാണ് കാര്യം, എൻ്റെ സംശയം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. സിയോഗി, താങ്ക് യു.